നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ പൊന്നണ്ണ, ആശുപത്രിയിൽ എന്തോ പത്രസമ്മേളനം നടക്കുമെന്നോ ആരോ എന്തോ വെളിപ്പെടുത്തുമെന്നോ ഞങ്ങളവിടെ പോയിരുന്ന് സിന്ദാബാദ് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല അല്ലേ? അതിന് പത്രസമ്മേളനം നടത്തേണ്ടവർ അത് നടത്തിയാലല്ലേ കാര്യം നടക്കൂ. അപ്പൊ അണ്ണ ഒന്നും നടക്കൂലല്ലേ? എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാടാ. അവസാന നിമിഷം ആ നിത്യയുടെ തന്തപ്പടി വന്ന എല്ലാം പൊളിച്ചു. അവളുടെ കരണവും പൊളിഞ്ഞു. അടുത്ത പദ്ധതി എന്താ അണ്ണ? മാലപ്പടക്കം പൊട്ടേണ്ടത് അത് ആശുപത്രിക്കകത്ത് തന്നെ. പക്ഷേ അത് എവിടുന്ന് എങ്ങനെ തുടങ്ങണമെന്ന്. കാരണം മരിച്ചുപോയ സുധിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാള് പത്രസമ്മേളനവും സിന്ദാബാദ് വിളിയും നടത്തിയിട്ട് ഒരു കാര്യമില്ല. കള്ളക്കളിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. പിന്നെ ആ പൂച്ചക്കണ്ണ സി ആണെങ്കിൽ എന്നെ പൂട്ടാനായി ഒരു വഴി നോക്കി നടക്കുക. അതുകൊണ്ട് ഏത് രീതിയിൽ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് ആലോചിക്കാം. ആശുപത്രിയില് ഒരു പുതിയ മരണം നടന്നാ പോരെ അണ്ണ? അങ്ങനെ ആരെങ്കിലും ചാക്കറ്റ് പിടിച്ചാലോ? അത് ഐഡിയ. പക്ഷേ ചാവുന്നവൻ ഒരു പ്രൊഫൈൽ ഉള്ളവനായിരിക്കണം. അല്ല, അത് ഊർജം വലിച്ചു കിടക്കുന്നവനൊക്കെ മോളോട്ട് പോയിട്ട് എന്ത് കാര്യം? അതൊരു സ്വാഭാവിക മരണം. വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവനെന്ന് തോന്നണം. അത്യാവശ്യം ഇൻഷുറൻസ് വാല്യൂ ഉള്ളവനായിരിക്കണം. അതൊരു അൺനാച്ചുറൽ ഡെത്ത് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ആശുപത്രി നടന്ന അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്താൽ അവിടെ നമുക്കൊരു പുളി പൊളിക്കാം. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല അണ്ണ. എന്ത് വഴി? അല്ല, നമുക്ക് ഈ ആശുപത്രിയിലുള്ള ആരെങ്കിലും വിലക്കെടുത്തൂടെ? ഏതെങ്കിലും നഴ്സിനോ അറ്റൻഡറോ വല്ലോ? ആലോചിക്കാനിട്ടല്ല, പക്ഷേ സ്വന്തം ലൈഫ് വെച്ച് ആരും കളിക്കത്തില്ല. അവരകത്ത് പോയി കിടക്കത്തില്ലേ? അതിനുള്ള പൈസ അവർക്ക് കൊടുത്താ പോരെ? ആര് കൊടുക്കും? നീ കൊടുക്കൂ? അല്ല, അണ്ണനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന അയാളുടെ കാശില്ലേ, അതെടുത്തങ്ങ് വീശണം. പിന്നെ വീശണം. എന്തായാലും നീ പറഞ്ഞ ഐഡിയ കൊള്ളാം. ആരെ വേണമെന്ന് നമുക്കൊരു സ്ക്രീനിങ് നടത്തി കണ്ടുപിടിക്കാം. അതല്ലാതെയും ചില പണികൾ ആശുപത്രി നടത്തേണ്ടി വരും. നിങ്ങളൊന്ന് കരുതിയിരുന്നു. നല്ല ബിയർ ഉപ്പിട്ട് അണ്ണനും കാത്തിരുന്നോ? പണിയായിട്ട് നമ്മൾ ചെയ്തിരിക്കും. അപ്പോ ഓപ്പറേഷൻ അക്ഷര ഹോസ്പിറ്റൽ. അല്ല, എന്താണ് പദ്ധതി എന്ന് പറഞ്ഞില്ല. അപ്പൊ നീ എന്താണെന്ന് അറിഞ്ഞാലേ ചെയ്യുള്ളൂ. അത് മതിയെന്നൊരു തോന്നൽ. എന്നു മുതലാ ഈ തിരിച്ചറിവ് വന്നതെന്ന് അറിഞ്ഞാ കൊള്ളാം. തിരിച്ചറിവും ഒന്നുമല്ല. ഒരുപാട് പാപങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു. ഇനി അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഞാൻ ഒരു ദിവസം കൊണ്ട് പുണ്യാളനാവുകയൊന്നുമല്ല. പക്ഷെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാം. നിനക്ക് കൃത്യമായിട്ട് കാശ് കിട്ടിയാ പോരെ? അത് പോരെ ശരത്തെ. ഉണ്ണുന്നതിന് മുമ്പ് കഴിക്കുന്ന അരിമണിയില് നീ എഴുതി വെച്ചിരിക്കുന്ന ശത്രുവിന്റെ പേര് എനിക്ക് കാണണം. ഇല്ലെങ്കിലേ ആ അന്ന എനിക്ക് ദഹിക്കത്തില്ല. ഇത്രയും നീ ചോദിച്ചുകൊണ്ട് പറയാം. കളി അക്ഷര ഹോസ്പിറ്റലിനെതിരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഒട്ടും നിൽക്കത്തില്ല ശരത്തെ. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പാവങ്ങൾക്ക് ആശ്രമമായി നിൽക്കുന്ന സ്ഥലമാണത്. എന്തിന്റെ പേരിലാണെങ്കിലും അതിനെതിരെ ഒരു പെരുവിരൽ ഞൊടിക്കുന്നത് പോലും ഞാൻ അംഗീകരിക്കില്ല. ശരി, നീ പൊക്കോ. അക്ഷര ഹോസ്പിറ്റലിലെ മോർച്ചറി ഉണ്ട് കേട്ടോ. വല്ലാത്ത ചൂട് കാലമല്ലേ, നിനക്ക് ഐസ് പോലെ തണുത്ത് കിടക്കാം. വരട്ടണ്ട ശരത്തെ, ഞാനും ഈ സിറ്റി തന്നെ മുളച്ചു പൊങ്ങിയതാ. നീ വേറെ എന്തെങ്കിലും കാര്യത്തിന് വിളിക്ക, ഞാൻ വരാം.
എന്താ എന്താ ഇവിടെ? അല്ല മുതലാളി, ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് വായിച്ചില്ലേ? വായിച്ചത് കൊണ്ടാണല്ലോ ചോദിച്ചത്, എന്തിനാ ഇതിവിടെ കിട്ടുന്നതെന്ന്. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നെന്ന് പാർട്ടിക്ക് വിവരം കിട്ടി. അപ്പോ അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കിട്ടിയതാ. അന്വേഷണം വേണമെങ്കിൽ അതിന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം, മനസ്സിലായോ? അല്ലാതെ മാന്യമായി നടത്തുന്ന ഒരു സ്ഥാപനത്തെ അപമാനിക്കാൻ ഇങ്ങനെ ഫ്ലെക്സ് കൊണ്ടുവന്ന് കെട്ടുകയല്ല വേണ്ടത്. സമൂഹത്തിൽ വളരെയേറെ മതിപ്പുള്ള ഒരു ഡോക്ടറുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യരുത്. ഒരു മാനനഷ്ട കേസിന് ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയാവോ? അതെ, ഞങ്ങൾ പാർട്ടിക്കാരാ. എന്ത് പാർട്ടിക്കാര്? കമ്മിറ്റി മീറ്റിംഗ് എന്നും ഇലക്ഷൻ എന്നും പറഞ്ഞു വന്ന് കൈനീട്ടുന്നുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടിക്കാര്. എന്നിട്ടാണോ എന്റെ ആശുപത്രിക്കെതിരെ, അതും വളരെ മാന്യമായി നടത്തുന്ന, നാട്ടിലെ പാവങ്ങൾക്ക് നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ആശുപത്രിക്കെതിരെ ആരോ പറഞ്ഞ ഒരു നെറികേടിന്റെ പേരിൽ ഫ്ലെക്സും ബാനറുമായിട്ട് ഇറങ്ങിയിരിക്കുക നിങ്ങൾ? കെട്ടിയ ഫ്ലെക്സൊക്കെ ഇപ്പൊ തന്നെ അഴിച്ചു മാറ്റിക്കോണം. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മുകളിലുണ്ടല്ലോ നേതാക്കന്മാർ. കഴിഞ്ഞ ദിവസവും വിളിച്ചിരുന്നു ഇലക്ഷൻ ഫണ്ടിലേക്ക് കുറച്ച് കാശ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോ എനിക്കും ചിലത് വിളിച്ചു പറയേണ്ടി വരും. അത് ഫ്ലെക്സുമായിട്ടാണെങ്കിലും ഭീഷണിയുടെ വാറോലയായിട്ടാണെങ്കിലും അക്ഷര ഹോസ്പിറ്റലിലെ പൊടി കടന്നു പോര് തുറക്കണം. ഞാൻ വിളിക്കണോ നിങ്ങളുടെ നേതാക്കന്മാരെ? അത് വേണ്ട സാറേ, ഞങ്ങൾ തഴിച്ചോളാം. നേതാക്കന്മാരോടും ചോദിച്ചോട്ടെ. നേതൃത്വത്തോട് എന്നെ വിളിക്കാൻ പറ. മേലിൽ ഇതുപോലുള്ള വിരട്ടലും വിലപേശലും കൊണ്ട് ഇങ്ങോട്ട് കടന്നേക്കരുത് ആരും. ഡോക്ടർ ജയശങ്കറിന്റെ പകുതിയെ തളർന്നിട്ടുള്ളൂ. ബാക്കി പകുതി മതി ഇതിനൊക്കെ നേരിടാൻ. ചേട്ടൻ ഒന്നും പറഞ്ഞില്ല. മനോഹരേട്ടാ, ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്കും കൂടി ഗുണമുള്ള കേസാ. ഞാൻ എന്താ വേണ്ടത്? എന്റെ മകന്റെ മരണം ബിസിനസ് ആക്കണമെന്നാണോ? ബിസിനസ് ആക്കേണ്ടത് ബിസിനസ് ആക്കണം ചേട്ടാ. അതെ, അവരൊക്കെ വലിയ കോടീശ്വരന്മാരല്ലേ. അപ്പൊ പിന്നെ കുറച്ച് കാശ് ചോദിച്ചാലെന്താ? ചായ കുടിച്ചിട്ടേ നിങ്ങളെ സ്ഥലം കാലിയാക്കുക. അപ്പൊ ആശുപത്രിക്കെതിരെ ആക്ഷൻ കൗൺസില്. എന്റെ മകൻ മരിച്ചു, അതൊരു സത്യമാ. പക്ഷെ ആ മരണത്തെ വിറ്റ് തിന്നാൻ ഞാനില്ല. അവന്റെ ഹൃദയം മറ്റൊരാൾക്ക് നൽകാൻ എഴുതി ഒപ്പിട്ട് നൽകിയ ഒരച്ഛനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് മുമ്പ് പന്തൽ കെട്ടാനും സമരം ചെയ്യാനും ഒന്നും ഞാനില്ല. അതെന്താ ചേട്ടാ, ആശുപത്രിക്കാരുമായിട്ട് എന്തെങ്കിലും ഡീലിലെത്തിയോ? അത് നമ്മളറിയാതെ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കേ.